ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെൽസ് ആൻഡ് ഷീറ്റ്. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഡെയിലി നമ്മൾ എക്സൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അതിൽ എനിക്കിപ്പോൾ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഇതിൽ എനിക്ക് കുറച്ച് കമ്പനി ഇപ്പം ഒരു 29 കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം, കുറച്ച് കമ്പനി ഡീറ്റെയിൽസ് മാത്രം എനിക്ക് ഓരോന്നായിട്ട് വേറൊരു ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഏത് കമ്പനിയാണോ നമുക്ക്, അല്ലെങ്കിൽ ഏത് സെല്ലാണോ നമുക്ക് വേണ്ടത്, ആ സെല്ല് നമ്മൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം ഞാനിവിടെ അതാണ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ എനിക്ക് എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് എനിക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഞാനിത് വീണ്ടും ഡിലീറ്റ് ആക്കുവാണ്. ഇത്രയും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത് ഡിലീറ്റ് ആക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും ഡേറ്റാ സെറ്റിലോട്ട് വരുന്നു. എന്നിട്ട് ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് എനിക്ക് വേണ്ട ഓരോ സെല്ല് ഞാൻ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുവാണ്. ഈ കോപ്പി ആവുന്ന അനുസരിച്ച് ഈ ക്ലിപ്പ് ബോർഡിലും ആ ഒരു സെല്ലിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് കാണാം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഏത് സെല്ലാണോ എനിക്ക് വേണ്ടത് ആ സെല്ലിൽ കൊണ്ടുവന്ന് ഇതെല്ലാം പേസ്റ്റോട് കൊടുക്കുവാണ്. സെറ്റ്. അതായത് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒറ്റ സെല്ലോട്ട് കോപ്പി പേസ്റ്റ് ആയി. അപ്പോൾ ഇതായിരുന്നു ടിപ്പ് നമ്പർ 1. ഇത് വേണമെങ്കിൽ എനിക്ക് പേസ്റ്റോൾ വീണ്ടും ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോയിക്കോളും. ഓക്കെ, അടുത്ത സെക്ഷനിൽ എനിക്ക് ഒരു ഡേറ്റ ഷീറ്റിൽ സീരിയൽ നമ്പർ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഈ കമ്പനി നെയിമിൻ്റെ, അതായത് ഏത് സെല്ലിലെ റൈറ്റ് സൈഡിലാണോ നമുക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണോ ഒരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട്, എൻ്റർ കോളം. ഞാനിവിടെ സീരിയൽ നമ്പർ കൊടുക്കുക. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലസ് സൈൻ വരും. ആ പ്ലസ് സൈൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കൊരു സീരിയൽ നമ്പറിൻ്റെ ഡേറ്റാസ് കിട്ടും. ആ സീരീസ് ഫുള്ളായിട്ട് കിട്ടും. ഇനി ഒന്ന് തന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. ഒന്ന് തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ട് വരും. ഇത് നമുക്ക് സീരീസ് ആക്കണമെങ്കിൽ ഇവിടെ ഓട്ടോ ഫിൽ എന്ന ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, ഫിൽ സീരീസ് കൊടുക്കുക. ഫുൾ സീരീസ് ആണ്. ഇവിടെ എഡിറ്റിങ്ങിൽ ഫിൽ എന്നും പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, സീരീസ്. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു സെറ്റ് ഓഫ് സീരിയൽ നമ്പർ അങ്ങ് ആഡ് ചെയ്ത് ഒരു ഷീറ്റിൽ ആഡ് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ ഞാൻ സീരീസ് ഇൻ കോളംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി കോളംസിലാണ് സീരീസ് വേണ്ടത്. പിന്നെ ലീനിയർ കൊടുക്കുന്നു. സ്റ്റെപ്പ് വാല്യൂ 1 ആണ് കൊടുക്കുന്നത്. സ്റ്റോപ്പ് വാല്യൂ കൊടുത്തേക്കുന്നത് 100 എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുവാണ്. കണ്ടോ, ഓട്ടോമാറ്റിക്കലി 100 സീരിയൽ നമ്പർ എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്ത് വന്നു. ഈ ഒരു ഡേറ്റ സെറ്റിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ട, ചില സെല്ലുകൾ എനിക്ക് വേണ്ട. ഞാൻ ഡിലീറ്റ് ആക്കുക. അപ്പോൾ ഇത് കണ്ടോ, സീരിയൽ നമ്പർ മാറുന്നില്ല. 1, 2, 4, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ 11ാമത്തെ ഷീറ്റ് ഡിലീറ്റ് ആക്കുമ്പോൾ 10, 12 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് വീണ്ടും 1, 2 എന്നും പറഞ്ഞ് സെലക്ട് ചെയ്യുക. വീണ്ടും ഞാൻ ഫിൽ സീരീസ് കൊടുത്ത് അത് സെറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എനിക്കിത് ഡിലീറ്റ് ആക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി എനിക്കിത് അപ്ഡേറ്റ് ആവണം. അതിനെന്ത് ചെയ്യാൻ പറ്റും?
അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സെല്ലിലൊരു ഫോർമുല ആഡ് ചെയ്യുവാണ്. റോ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് മൈനസ് വീണ്ടും റോ ഓപ്പൺ ബ്രാക്കറ്റ് സീരിയൽ നമ്പറിൻ്റെ കോളം ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇതിൽ F4 ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ സെൽ അങ്ങ് ലോക്കാവും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് എൻ്റർ. ഇത് തന്നെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് വരുവാണ്. ഓക്കെ, ഇനി ഞാൻ 4ാമത്തെ സെല്ല് ഡിലീറ്റ് ആക്കുവാണ്. ഓട്ടോമാറ്റിക്കലി 4ാമത്തെ സെല്ല് വന്നാണ്ടോ 4 സീരിയൽ നമ്പർ അപ്ഡേറ്റ് ആവുകയാണ്. ഞാനിത് വീണ്ടും സീരിയൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.